പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ വധശിക്ഷ വിധി ബംഗ്ലാദേശുകാർ ഏറെ ഞെട്ടലോടെയാണ് കേട്ടിട്ടുള്ളത്. ബംഗ്ലാദേശ് സ്ഥാപക പ്രസിഡന്റും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായിരുന്ന മുജിബ് റഹ്മാന്റെ കൊലപാതകത്തിനിടയാക്കിയ അർദ്ധരാത്രിയിലെ സൈനിക അട്ടിമറി മുതൽ വധശിക്ഷ വരെ നീളുന്ന അരനൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ജീവിതമാണ് ഈ ഷെയ്ഖ് ഹസീനയുടേത്. അവാമി ലീഗിന്റെ നേതാവായ ഈ 78-കാരി ഒടുവിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നാണ് സൈനിക ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടേണ്ടി വന്നത്. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ട അവർക്ക് ബംഗ്ലാദേശിലെ സ്വത്തുക്കളും വിധിപ്രകാരം നഷ്ടപ്പെടും. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന വിധിയാണ് ഷെയ്ഖ് ഹസീനക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബംഗ്ലാദേശിൽ തിരികെ എത്തിയാൽ വധശിക്ഷ നേരിടേണ്ടി വരും. അവരെ ഇന്ത്യയിൽ നിന്ന് വിട്ടുകിട്ടാൻ ബംഗ്ലാദേശ് നടത്തുന്ന നയതന്ത്ര നീക്കത്തിന് അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണലിന്റെ വിധി ബലം നൽകും. ഇന്ത്യക്ക് മേൽ ബംഗ്ലാദേശിന് സമ്മർദ്ദം ചെലുത്താൻ വിധി ഇടയാക്കുകയും ചെയ്യും. ബംഗ്ലാദേശിനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച പ്രധാനമന്ത്രി എന്ന ചരിത്രത്തിന് ഉടമയാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഇത് എന്നതാണ് ഏറെ വിചിത്രം. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിൽ നിന്നും ഹസീന മറിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. വിധി വരുന്നതിന് തലേന്ന് ഹസീന പ്രവർത്തകർക്ക് എന്തും നേരിടാൻ നിർദ്ദേശം നൽകുന്നു. തന്റെ പാർട്ടിയായ അവാമി ലീഗിനെ ഇല്ലാതാക്കാനാണ് മുഹമ്മദ് യൂനുസ് ഖാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു അവരുടെ പ്രധാന പരാതി. ബംഗ്ലാദേശ് ജനതക്കൊപ്പം പ്രവർത്തിക്കുമെന്നും സന്ദേശത്തിൽ ഹസീന പറയുന്നു. ഹസീന രാജ്യം വിടുന്നത് ഇതാദ്യമല്ല. 1975 ജൂലൈയിൽ ഹസീനയും സഹോദരി രഹനയും ജർമ്മനിയിലേക്ക് പോയി. ഹസീനയുടെ ഭർത്താവ് പരേതനായ MA വസീദ് മിയ അവിടെ സൈക്കാട്രിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു. തൻ്റെ മാതാപിതാക്കളും 3 സഹോദരങ്ങളും അവരിൽ 2 പേരുടെ ഭാര്യമാരും ഒന്നിച്ച് തിരികെ വീട്ടിലേക്ക് വരുമെന്നാണ് അവർ അന്ന് യാത്രയാക്കാൻ വിമാനത്താവളത്തിലെത്തിയപ്പോൾ തൻ്റെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞിരുന്നത്. മാസങ്ങൾക്ക് ശേഷം 1975 ഓഗസ്റ്റ് 15-ന് പിതാവ് മുജീബ് റഹ്മാൻ, മാതാവ്, 3 മക്കൾ, 2 സഹോദര ഭാര്യമാർ എന്നിവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ധാക്കയിലെ ധൻമോണ്ടിയിലെ വീട്ടിലായിരുന്നു പട്ടാള അട്ടിമറിയെ തുടർന്നുള്ള ഈ അക്രമം. 36 പേരാണ് അന്ന് സൈനിക അട്ടിമറിയിൽ കൊല ചെയ്യപ്പെട്ടത്. ലോക ചരിത്രത്തിൽ തന്നെ കൂടുതൽ പേർ കൊല്ലപ്പെട്ട പട്ടാള അട്ടിമറിയായിരുന്നു ഇത് എന്നതും ശ്രദ്ധേയമാണ്. ഹസീനയും ഭർത്താവും മക്കളായ സജീബ് വസീദും സൈമ വസീദും സഹോദരി രഹനയും ഇന്ത്യയിൽ അഭയം തേടി. 1981-ൽ അവാമി ലീഗിന്റെ പ്രസിഡന്റായി ഹസീന തിരഞ്ഞെടുക്കപ്പെട്ടു. മുൻപ് പിതാവ് മുജീബ് റഹ്മാൻ ഇരുന്ന കസേരയിൽ ഹസീന എത്തിയതോടെ അവരുടെ തലവര തന്നെ മാറി. 1991-ലെ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി രൂപീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവാമി ലീഗ് മുഖ്യ പ്രതിപക്ഷ കക്ഷിയും ഹസീന പ്രതിപക്ഷ നേതാവുമായി. 1996-ൽ അവാമി ലീഗ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഹസീന പ്രധാനമന്ത്രിയായി. 2009-ലും ഹസീന വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് പുറത്താക്കപ്പെടുന്നതുവരെ അവരല്ലാതെ മറ്റാരും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിരുന്നില്ല. ഇന്ത്യയുമായി എന്നും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാനും ഹസീന ശ്രമിച്ചു. ഒരിക്കൽ ഇന്ത്യയാണ് അവർക്ക് അഭയം നൽകിയത്. പുറത്താക്കപ്പെട്ടപ്പോഴും ഇന്ത്യയിലേക്കാണ് അവരെത്തിയത്. ഹസീന ഉണ്ടാക്കിയ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മാമ്പഴ നയതന്ത്രം കഴിഞ്ഞ വർഷം മുഹമ്മദ് യൂനുസും തുടർന്നിരുന്നു. ട്രൈബ്യൂണൽ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടു നൽകുമോ എന്നാണ് ഇനി നിരീക്ഷിക്കേണ്ടത്. Waytonikah.com, the exclusive Muslim matrimonial site.